ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിളംബര ജാഥയോടെ ആയുർവേദ ദിനാഘോഷങ്ങൾക്ക് തുടക്കം. അവശ്യ കലാകാരന്മാരുടെ മിനിമം പെൻഷൻ 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സംഗീത കലാ സാംസ്കാരിക വേദി. 43ാമത് കോഴിക്കോട് ജില്ലാ സീനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ബേപ്പൂർ ഹയർ സെക്കൻഡറിയിൽ സമാപനം. ഒക്ടോബർ 3, 4, 5 തീയതികളിലായി വടകര ടൗൺ ഹാളിൽ ഗാന്ധി ഫെസ്റ്റ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വിളംബര ജാഥയോടെ ആയുർവേദ ദിനാഘോഷത്തിന് തുടക്കമായി. കോഴിക്കോട് ബീച്ച് പരിസരത്ത് നടന്ന വാഹന പ്രചരണ ജാഥ കോഴിക്കോട് സെൻട്രൽ GST കമ്മീഷണർ ഡോക്ടർ ശ്രീജു SS IRS ഫ്ലാഗ് ഓഫ് ചെയ്തു. സെപ്റ്റംബർ 23-നാണ് ദേശീയ ആയുർവേദ ദിനം. കേരള സർക്കാർ ആയുഷ് വകുപ്പിന് കീഴിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും നേതൃത്വത്തിലാണ് കോഴിക്കോട് ബീച്ചിൽ വാഹന പ്രചരണ ജാഥ നടന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് നിന്നും സെൻട്രൽ GST കമ്മീഷണർ ഡോക്ടർ ശ്രീജു SS IRS ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രചരണ ജാഥ നഗരത്തെ പ്രദക്ഷിണം ചെയ്ത് ബീച്ച് പരിസരത്ത് സമാപിച്ചു. കേരളത്തിലെ ആയുർവേദ ഡോക്ടർമാരുടെ പൊതുസംഘടനയായ AMAI, മരുന്ന് നിർമ്മാതാക്കളുടെ സംഘടനയായ AMMOI, ആയുർവേദ ആശുപത്രി സംഘടനയായ AHMA, മെഡിക്കൽ റെപ്രസെന്റേറ്റീവുകളുടെ സംഘടനയായ AMRA എന്നിവയുടെ ജില്ലാ ഘടകങ്ങളുമായി സഹകരിച്ചാണ് പ്രചരണ ജാഥ നടത്തിയത്. സെപ്റ്റംബർ 23-നാണ് ദേശീയ ആയുർവേദ ദിനാചരണം നടക്കുന്നത്. ആയുർവേദം ഭൂമിക്കും ഭൂലോകർക്കും എന്നതാണ് ഈ വർഷത്തെ ആയുർവേദ ദിനാചരണത്തിന്റെ പ്രമേയം. ഡോക്ടർമാരായ മനോജ് കാളൂർ, സന്ദീപ് K, ഷഹീർ അലി, മനോജ് കുമാർ PC, രാജേഷ് N, ഷൈജു ഒല്ലാക്കോട്, ഷംസുദ്ദീൻ K, ജിതേഷ് രാജ്, ഷാനി NK തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അവശ്യ കലാകാരന്മാരുടെ മിനിമം പെൻഷൻ 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സംഗീത കലാ സാംസ്കാരിക വേദി. വാർഷിക പൊതുയോഗവും സാംസ്കാരിക സമ്മേളനവും പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ജാതിമത വർഗീയത തുടച്ചുമാറ്റുന്നതിനായും മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള ചിന്ത ജനസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും കലാകാരന്മാർ ചെയ്ത സേവനം വളരെ മഹത്വമാണെന്ന് സമ്മേളനം വിലയിരുത്തി. സാധാരണ ജീവിതം നയിക്കുവാനോ മരുന്ന് വാങ്ങുവാനോ പണമില്ലാതെ കഷ്ടപ്പെടുന്ന അവശ്യ കലാകാരന്മാർക്ക് മിനിമം പെൻഷൻ 10,000 രൂപയായി ഉയർത്തണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് യോഗം ആവശ്യപ്പെട്ടു. സംഗീത കലാ സാംസ്കാരിക വേദിയുടെ വാർഷിക പൊതുയോഗവും സാംസ്കാരിക സമ്മേളനവും പ്രശസ്ത പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മികച്ച സേവനത്തിന് ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷനെ ചെങ്ങന്നൂർ ശ്രീകുമാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മിനിച്ച ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ മുഖ്യാതിഥിയായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ രാജേഷ് K നമ്പ്യാർ സ്വാഗതം പറഞ്ഞു. C പ്രേമൻ, P സഞ്ജീവ് കുമാർ, ജ്യോതിഷ് A, അജിത് കുമാർ K, ശോഭന, വള്ളിൽ രവി, ലിഷ KT, E മനോഹരൻ, രാജേഷ് കുമാർ P തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് SKSV അവതരിപ്പിച്ച ഗാനമേള, ഡാൻസ്, മിമിക്രി, സ്കിറ്റ് ഷോ തുടങ്ങിയ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പ്രശസ്ത ഗസൽ ഗായകൻ KT ബക്കർ സമ്മാനദാനം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 43ാമത് കോഴിക്കോട് ജില്ലാ സീനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു.
പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം ബേപ്പൂർ HSSഉം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആദ്യ സ്ഥാനം ഫീനിക്സ് സ്പോർട്സ് ക്ലബ്ബും നേടി. ജില്ലാ ട്രഷറർ OK പ്രതീഷ് കുമാർ ട്രോഫികൾ വിതരണം ചെയ്തു. കോഴിക്കോട് ജില്ലാ സീനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനവും മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഫീനിക്സ് സ്പോർട്സ് ക്ലബ്ബ് 1ാം സ്ഥാനവും ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും നേടി. ജില്ലാ ട്രഷറർ OK പ്രതീഷ് കുമാർ ട്രോഫികൾ സമ്മാനിച്ചു. ജില്ലാ സെക്രട്ടറി UP സാബിറ, എക്സിക്യൂട്ടീവ് അംഗം സുധീർ P തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് റാസിഖ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷനായിരുന്നു. ജില്ലാ ട്രഷറർ OK പ്രതീഷ്, ജോയിന്റ് സെക്രട്ടറി സജയ് E തുടങ്ങിയവരും സംസാരിച്ചു. സ്പോർട്സ് കൗൺസിൽ അംഗം E കോയ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ടീം വർക്കാണ് ഒരു കളിയുടെ വിജയം, അത് മനസ്സിലാക്കുക. അതിൽ ഐറ്റൊന്നും പ്രശ്നമില്ല. എല്ലാവർക്കും നല്ലൊരു കളി കാഴ്ചവെക്കാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. സാഹിത്യ പബ്ലിക്കേഷൻസിന്റെ K ഹസീനയുടെ പ്രഥമ കവിതാ സമാഹാരം പല കാലങ്ങളിൽ ഒരു പുഴ പ്രകാശനം ചെയ്തു. സാഹിത്യ വിമർശകൻ കൽപ്പറ്റ നാരായണനിൽ നിന്നും കവി വീരാൻകുട്ടി പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച K ഹസീനയുടെ പ്രഥമ കവിതാ സമാഹാരം പല കാലങ്ങളിൽ ഒരു പുഴ കവിയും സാഹിത്യ വിമർശകനുമായ കൽപ്പറ്റ നാരായണൻ പ്രകാശനം ചെയ്തു. കവി വീരാൻകുട്ടി പുസ്തകം ഏറ്റുവാങ്ങി. സർഗാത്മകത കൂടുതൽ ശക്തിപ്പെട്ടത് കോവിഡ് കാലത്താണെന്നും സാമൂഹിക മാധ്യമങ്ങളുടെ വരവ് സാഹിത്യ സദസ്സുകളെ സമ്പന്നമാക്കിയെന്നും കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. കവിതകൾ, കഥകൾ, ഷോർട്ട് ഫിലിം, തമാശകൾ ഇതെല്ലാം ഷെയർ ചെയ്യപ്പെട്ട ഒരു കാലമായിരുന്നു കോവിഡ്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലവും നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ സമ്പന്നമായ ഒരു സദസ്സിന് മുമ്പിൽ ഇരുന്ന് കവിതയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാകുന്നത് ഈ കോവിഡ് കാലത്തിൻ്റെ ഒരു ഫലമായിരുന്നു എന്ന്. നോവലിസ്റ്റ് ഡോക്ടർ ഖദീജ മുംതാസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. എഴുത്തുകാരൻ സുദീപ് തെക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. അധ്യാപകൻ R ഷിജു പുസ്തകം പരിചയപ്പെടുത്തി. കൈരളി വേദി ഹാളിൽ നടന്ന ചടങ്ങിൽ കവി പൂനൂർ കരുണാകരൻ, കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് ചെറുവറ്റ അംഗം അഡ്വക്കേറ്റ് നൂറുദ്ദീൻ, ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ PK മനോഹരൻ, സാമൂഹിക പ്രവർത്തകൻ ബൈജു മേരിക്കുന്ന്, CBSE മലയാളം അധ്യാപക കൂട്ടായ്മയായ മാംബോവിന്റെ പ്രസിഡന്റ് കരുണാകരൻ TP, കഥാകൃത്ത് ജ്യോതിഷ് KV, ഓർച്ചാഡ് ഇന്ത്യ സെക്രട്ടറി മണിരാജ് കുറിയേരി, അധ്യാപിക രമ, ഹൈറേസ് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി BBC നായർ, സംഗീത് NS, K ഹസീന എന്നിവർ സംബന്ധിച്ചു. സാഹിത്യ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ അധ്യാപികയാണ് K ഹസീന. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ റിട്ടയേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്. വാ, മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jeweler. മലബാർ മേഖലയിൽ ആദ്യമായി ആധുനിക ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീനറികളുടെയും അച്ചടി അനുബന്ധ മെഷീനറികളുടെയും വിപുലമായ പ്രദർശനം.
2025 ഒക്ടോബർ 3, 4, 5 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് കലായി കൺവെൻഷൻ സെന്റർ. പ്രവേശനം സൗജന്യം. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഒക്ടോബർ 3, 4, 5 തീയതികളിൽ വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. ഇന്ത്യയിൽ ആദ്യമായാണ് ഗാന്ധി ഫെസ്റ്റ് നടത്തുന്നതെന്നും വിപുലമായ പരിപാടികളാണ് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഗാന്ധിയെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആത്മാവിനെ സംസ്കരിക്കുക. ഇന്ത്യ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി വളർത്തിക്കൊണ്ടുവന്ന മതസൗഹാർദ്ദം തകർക്കുക, രാജ്യത്തിൻ്റെ മാനവികതയെ തകർക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിനെ പ്രതിരോധിക്കണം എന്ന ചിന്തയാണ് വടകരയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഇത്തരമൊരു ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. ഗാന്ധി ഫെസ്റ്റിന് മുന്നോടിയായി നടന്ന ക്വിസ് പ്രസംഗ മത്സരങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ സെപ്റ്റംബർ 27 വടകര സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നടക്കും. ഗാന്ധി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3 വടകര ടൗൺ ഹാളിൽ ഇന്ത്യൻ ഗാന്ധിയൻ സമരധാരയിലെ പ്രമുഖ ജനകീയ നേതാവ് അഫ്ലാത്തൂൺ നിർവഹിക്കും. ഗാന്ധി ഫെസ്റ്റ് 2025 സോമനീറിന്റെ പ്രകാശനം പ്രമുഖ കവി കൽപ്പറ്റ നാരായണൻ നിർവഹിക്കും. രമേശ് പാലേരി ഏറ്റുവാങ്ങും. വൈകിട്ട് 7 മണിക്ക് ലോകപ്രശസ്ത സംവിധായകൻ ആനന്ദ് പട്വർദ്ധന്റെ പുതിയ സിനിമയായ വസുദൈവ കുടുംബകം പ്രദർശിപ്പിക്കും. 4നും 5നുമുള്ള സെഷനുകളിൽ വിവിധ വിഷയങ്ങളിലായി നടക്കുന്ന സംവാദങ്ങളിലും പ്രഭാഷണങ്ങളിലും അവതരണങ്ങളിലും ഇന്ത്യയിലെ പ്രമുഖ ഗാന്ധിയൻ ചിന്തകരും എഴുത്തുകാരും സംബന്ധിക്കും. പ്രമുഖ സാമൂഹിക പ്രവർത്തകയും നാടക പ്രവർത്തകയുമായ ഷബ്നം ഹാഷ്മി, കന്നഡ സാഹിത്യകാരൻ നടരാജ് ഹൂളിയാർ, ഗാന്ധിയൻ ചിന്തകരായ പ്രൊഫസർ രാജാറാം തോൽപ്പാടി, ഡോക്ടർ MS ജോൺ തുടങ്ങിയവരും പങ്കെടുക്കും. ഗാന്ധി, സ്വാതന്ത്ര്യ സമര സേനാനികൾ, സമരചരിത്രം വിഷയമാകുന്ന വിവിധ പ്രസാധകർ ഒരുക്കുന്ന പുസ്തക പ്രദർശനവും കാർട്ടൂൺ ചരിത്ര പ്രദർശനങ്ങളും ഒരുക്കും. ഗാന്ധി പുസ്തകങ്ങളുടെ പ്രകാശനവും ഫെസ്റ്റ് വേദിയിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മനയത്ത് ചന്ദ്രൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് വിനോദ് പയ്യട, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ VT മുരളി, സ്വാഗത സംഘം ട്രഷറർ P പ്രദീപ് കുമാർ, കോർഡിനേറ്റർ PK രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KG ഹർഷന്റെ 10ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജില്ലാതല ചിത്രരചനാ മത്സരം നടത്തി. ചേളന്നൂർ SN ട്രസ്റ്റ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ആർട്ടിസ്റ്റ് സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. 200 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. 10ാമത് KG ഹർഷൻ അനുസ്മരണത്തിനോടനുബന്ധിച്ച് 2ാമത് ജില്ലാതല ചിത്രരചനാ മത്സരം ചേളന്നൂർ NS ട്രസ്റ്റ് സ്കൂളിൽ വെച്ച് നടന്നു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200ഓളം കുട്ടികൾ പങ്കെടുത്ത മത്സരം ആർട്ടിസ്റ്റ് സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി കൺവീനർ റിജിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ MT അബ്ദുൽ അസീസ് അധ്യക്ഷനായിരുന്നു. അനുസ്മരണ സമിതി ചെയർമാൻ M അനിൽകുമാർ, ഷിബു മുത്താട്ട്, മൻസൂർ ചേളന്നൂർ, സുബീഷ് VP, പ്രതീഷ് K, ജ്യോതിരാജ്, വർണ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക ഹൃദയാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 29 മണാശ്ശേരി KMCT മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മിനി മാരത്തോണും ഹൃദയാരോഗ്യ പരിശോധനാ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ആശുപത്രി കാർഡിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് 10 കിലോമീറ്റർ മിനി മാരത്തോൺ നടത്തുന്നത്. മുക്കം വാക്കിംഗ് ക്ലബ്ബ്, KMCT, എന്റെ മുക്കം സന്നദ്ധസേന, JCI എന്നിവര് സംയുക്തമായിട്ടാണ് മുക്കം മിനി മാരത്തോൺ എന്ന പേരിൽ നമ്മൾ മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 6 മണിക്ക് KMCT ക്യാമ്പസിൽ നിന്നാണ് മാരത്തോൺ ആരംഭിക്കുന്നത്. മുക്കം ടൗൺ ചുറ്റി 10 കിലോമീറ്റർ
വീണ്ടും ക്യാമ്പസിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 6 മണിക്ക് KMCT മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്നുമാണ് മാരത്തോൺ ആരംഭിക്കുന്നത്. പുരുഷന്മാർക്കും വനിതകൾക്കും പ്രത്യേക മത്സരവും വിജയികൾക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസും നൽകും. പുരുഷന്മാർക്ക് 18, 40, 40, 60 എന്നീ 2 പ്രായപരിധികളിലായാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9447110111 എന്ന നമ്പറിലോ 9946551805 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. മാരത്തോണിന്റെ തുടർച്ചയായി രാവിലെ 9 മണി മുതൽ കോളേജിൽ നടക്കുന്ന ഹൃദയ പരിശോധനാ ക്യാമ്പിൽ OP ഫീസിൽ 50% ഇളവും എക്കോ TMT ടെസ്റ്റുകൾക്കും കാർഡിയാക് പ്രൊസീജിയറുകൾക്കും ഇൻവെസ്റ്റിഗേഷനുകൾക്കും പ്രത്യേക ഇളവുകളും നൽകുമെന്ന് KMCT മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ CEO ഡോക്ടർ റമീസ് PM അറിയിച്ചു. ഹാർട്ട് സംബന്ധമായി വരുന്ന അസുഖങ്ങളും അതിനുൾപ്പെടെ ചികിത്സിക്കുന്ന മെത്തേഡ്സുമായിട്ടുള്ള ഒരു എക്സിബിഷനും, അതുകൂടാതെ അവിടെ വരുന്ന പേഷ്യൻസിന് OPയിൽ 50% ഇളവുകളും ബാക്കിയുള്ള അന്ന് വരുന്ന പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ, TMT, എക്കോ, ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സിനും 50% ഇളവോടെ ചെയ്യാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വിജീഷ് വേണുഗോപാൽ, നിവിൻ, ഷൌഫീഖ്, നിസാർ ബാബു, രാജേഷ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. Bobby Chamanur International Jeweler. മലബാർ മേഖലയിൽ ആദ്യമായി ആധുനിക ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീനറികളുടെയും അച്ചടി അനുബന്ധ മെഷീനറികളുടെയും വിപുലമായ പ്രദർശനം 2025 ഒക്ടോബർ 3, 4, 5 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് കലായ് കൺവെൻഷൻ സെന്റർ. പ്രവേശനം സൗജന്യം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. KNM കല്ലായി മണ്ഡലം മദ്രസ കോംപ്ലക്സിന്റെയും MSM ബാലവേദിയുടെയും ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. കല്ലായി സെറ്റ ടർഫിൽ നടന്ന ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് മുൻ കേരള പോലീസ് താരം PT മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. KNM കല്ലായി മണ്ഡലം ഫുട്ബോൾ ടൂർണമെന്റിൽ ബന്നേങ്കര സലാം മദ്രസ വിന്നേഴ്സ് ട്രോഫിയും പയ്യാനക്കൽ മദ്രസത്തുൽ മുജാഹിദ്ദീൻ റണ്ണേഴ്സ് ട്രോഫിയും കരസ്ഥമാക്കി. ടൂർണമെന്റ് മുൻ കേരള പോലീസ് താരം PT മെഹബൂബ് കിക്ക് ഓഫ് ചെയ്തു. സമ്മാനദാന ചടങ്ങ് കോർപ്പറേഷൻ കൗൺസിലർ K സുധാമണി ഉദ്ഘാടനം ചെയ്തു. കല്ലായി മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹിമാൻ അധ്യക്ഷനായിരുന്നു. KNM മണ്ഡലം സെക്രട്ടറി K അബ്ദുൽ നാസർ കല്ലായി, സലാം കല്ലായി, ഷജീർ ഖാൻ വയ്യാനം, കാസിം സലഫി, റഫീഖ് ബാബു, ഫിറോസ് PP, K അഹമ്മദ്, ഷക്കീർ, ജാസ്മിൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ചു.
സ്റ്റേഷൻ ശുചീകരണവും വൃക്ഷത്തൈ നടലും ചേംബർ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണവും തൈനടലും നടത്തിയത്. ചടങ്ങിന്റെ ഉദ്ഘാടനം ചേംബർ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ നിർവഹിച്ചു. കോഴിക്കോട് സ്റ്റേഷൻ മാനേജർ ഹരീഷ് അധ്യക്ഷനായിരുന്നു. റെയിൽവേ DMO ഡോക്ടർ ബ്രയോൺ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ വിനോദ് കുമാർ, ചേംബർ ജോയിന്റ് സെക്രട്ടറി K. ഹാഷിം, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കോയട്ടി മാളിയേക്കൽ, അബ്ദുൾ റഷീദ്, N. റിയാസ്, T. സാജിദ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലൈവ് എക്സ്പീരിയൻസും മികച്ച ശേഖരവുമായി മൈജി കോഴിക്കോട് തൊണ്ടയാട് എപ്പിക് ഫ്യൂച്ചർ ഷോറൂം തുറന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ്, മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി, ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലൈവ് എക്സ്പീരിയൻസും മികച്ച ശേഖരവും ഒരുക്കി മൈജി കോഴിക്കോട് തൊണ്ടയാട്ട് എപ്പിക് ഫ്യൂച്ചർ ഷോറൂം തുറന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ്, മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി, മൈജി ബ്രാൻഡ് അംബാസഡർ കൂടിയായ ചലച്ചിത്ര താരം മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഷോറൂം വരുന്നതിന്റെ ഭാഗമായി നിരവധി പേർക്ക്, ഇവിടെ മാത്രം 200ഓളം ജീവനക്കാരുണ്ട്, നിരവധി പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലിയും ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായകരമായ ഒരു സ്ഥിതിയും ഉണ്ടാകും. ജനങ്ങൾക്ക് ഇത്തരമൊരു സ്ഥാപനം വരുന്നത് കൊണ്ട് തന്നെ ഏറെ നല്ല നിലയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാനും ഒക്കെ സാധിക്കും. 20 വർഷങ്ങൾ കൊണ്ട് മൈജി എന്ന ഒരു പ്രസ്ഥാനം വളർന്നു വന്നത് മലയാളികളുടെ സ്നേഹം കൊണ്ടാണ്. മലയാളികൾക്ക് അവിടെ നൽകിയ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. 140ഓളം ഷോറൂമുകൾ കേരളത്തിലുണ്ട്. കുറച്ചധികം വർഷങ്ങളായിട്ട് തന്നെ മൈജി ഫാമിലിയുടെ തന്നെ ഒരു ഭാഗമായിട്ട് നിൽക്കാനുള്ളൊരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മൈജിയുടെ യാത്രയിലെ ഓരോ മൈൽസ്റ്റോണും വളരെ അഭിമാനത്തോടെയാണ് ഞാൻ കണ്ടു നിന്നിട്ടുള്ളത്. ഓരോ ഉൽപ്പന്നവും ഉപഭോക്താക്കൾക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കി ഷോപ്പിംഗ് നടത്താൻ കഴിയുന്ന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മോഡുലർ കിച്ചൺ, ലൈവ് എക്സ്പീരിയൻസ്, ഗെയിമിംഗ്, ലാപ്ടോപ്പ് തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതുമകൾക്കൊപ്പം ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് എപ്പിക് ഷോറൂം സമ്മാനിക്കുന്നതെന്ന് മൈജി ചെയർമാൻ പറഞ്ഞു. ഭാവിയിൽ കേരളത്തിലെ മറ്റു ജില്ലകളിലും എപ്പിക് ഷോറൂമുകൾ തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൈജിയുടെ 1 കോടിയിലധികമുള്ള കസ്റ്റമേഴ്സിനോട് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. അത്രയും വലിയൊരു കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത്തരം ഷോറൂമുകൾ നമുക്ക് തുറക്കാൻ കഴിയുന്നത്. മൈജിയുടെ ആദ്യത്തെ എപ്പിക് ഷോറൂമാണ്, സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ എപ്പിക് ഷോറാണ് ഇത്. കേരളത്തിലെ 3 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അടുത്ത് വരാൻ പോകുന്നത് കൊച്ചിയിലാണ്, അത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരും. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും 2030 എപ്പിക് സ്റ്റോർ തുടങ്ങാനാണ് ഞങ്ങൾ പ്ലാൻ. വാങ്ങിക്കാൻ പറയുന്നില്ല, നിങ്ങൾ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. 45,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ 12,000 ചതുരശ്ര അടി പാർക്കിംഗ് സൗകര്യങ്ങളോടെയാണ് മൈജിയുടെ 140ാമത്തെ ഷോറൂമായ എപ്പിക് ഫ്യൂച്ചർ പ്രവർത്തിക്കുന്നത്. ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനൊപ്പം മൈജി ഓണം, മാസ് ഓണം സീസൺ 3യുടെ 7ാമത്തെ നറുക്കെടുപ്പും നടന്നു. കാറുകൾ, സ്കൂട്ടറുകൾ, 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ്, സ്വർണ്ണ നാണയം, വിദേശയാത്ര തുടങ്ങിയവയ്ക്കായി 4 ഭാഗ്യശാലികളെ വീതം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിളംബര ജാഥയോടെ ആയുർവേദ ദിനാഘോഷങ്ങൾക്ക് തുടക്കം. അവശ്യ കലാകാരന്മാരുടെ മിനിമം പെൻഷൻ 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സംഗീത കലാ സാംസ്കാരിക വേദി. ാമത് കോഴിക്കോട് ജില്ലാ സീനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ബേപ്പൂർ ഹയർ സെക്കൻഡറിയിൽ സമാപനം. ഒക്ടോബർ 3, 4, 5 തീയതികളിലായി വടകര ടൗൺ ഹാളിൽ ഗാന്ധി ഫെസ്റ്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.